10ാം ക്ലാസ് ഉള്ളവർക്ക് റെയിൽവേയിൽ ഏകദേശം 32,438 ഒഴിവുകളുമായി ഗ്രൂപ്പ് ഡി വന്ന വിവരം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. നമ്മൾ മുമ്പ് വീഡിയോ ഇട്ടിരുന്നു. പലരും ചോദിച്ചിരുന്നു ഈ എക്സാം മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, അതിന്റെ സിലബസ് എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. അപ്പൊ ഇന്ന് എന്റെ കൂടെ ഉള്ളത് പ്രദീപ് സാറാണ്. പ്രദീപ് സാർ നമുക്ക് ചോദിക്കാം ഇതിന്റെ ഈ എക്സാമിന്റെ ഡീറ്റെയിൽസ് എന്താണ്. സാറേ ഇത് മലയാളത്തിൽ എഴുതാൻ പറ്റുമോ, അതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയുമോ? ഉറപ്പായിട്ടും നമുക്ക് മലയാളത്തിൽ ക്വസ്റ്റൻസിന്റെ എക്സാംസ് എഴുതാൻ പറ്റും. കാരണം റെയിൽവേയുടെ എക്സാമിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എക്സാമാണ് ഗ്രൂപ്പ് ഡി ഉള്ളത്. ഗ്രൂപ്പ് ഡിയുടെ സിലബസും കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. കാരണം നമുക്ക് 100 ചോദ്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. ഈ 100 ചോദ്യങ്ങൾ നമ്മൾ മാത്സ് 25 ചോദ്യങ്ങളുണ്ട്, മെന്റൽ എബിലിറ്റി 30 ചോദ്യങ്ങളുണ്ട്, നമുക്ക് സയൻസ് ഉണ്ട്, സയൻസ് 25 ചോദ്യങ്ങളുണ്ട്, ഇതുപോലെ കറണ്ട് അഫയേഴ്സും ജനറൽ അവയർനെസ്സും കൂടി 20 ചോദ്യങ്ങളാണുള്ളത്. അപ്പൊ ഏറ്റവും പെട്ടെന്ന് ഇതിന് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെന്റൽ എബിലിറ്റിയും അതുപോലെ മാത്സും കവർ ചെയ്താൽ മതി. അപ്പൊ അത് കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു കോച്ചിങ് ആവശ്യമുണ്ട്. അപ്പൊ എജുവോന്റെ എന്തെങ്കിലും സർവീസ് ഗ്രൂപ്പ് ഡിന്റെ തീർച്ചയായിട്ടും നമുക്ക് ഓൺലൈൻ ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട്. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഇപ്പൊ റെയിൽവേയിൽ നല്ല ശമ്പളത്തിൽ ഒരു ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളാണ് തീർച്ചയായും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. താഴെ ഇതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ പറ്റുന്നതാണ്.